ഹലോ, ഞാൻ ഡോക്ടർ ഷെജീല. മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിൽ 14 വയസ്സുള്ള മോൻ നിപ്പ ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ എല്ലാവരും ആശങ്കയിലാണ്. COVID-19 പോലെ രോഗവ്യാപന ശേഷി അധികമില്ലാത്തതിനാൽ നിപ്പ മറ്റുള്ളവരിലേക്ക് പകരുന്നതിനെ കുറിച്ച് അധികം ഭയം വേണ്ട. എന്നാൽ രോഗത്തിന്റെ തീവ്രത മാനിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിപ്പ ഒരു സൂണോട്ടിക് ഡിസീസാണ്. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറൽ ഡിസീസാണ്. സാധാരണയായി ഫലം തീനി പക്ഷികളായ വവ്വാലിന്റെ സ്രവത്തിൽ നിന്നാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. എന്നാൽ വവ്വാലിൽ നിന്ന് പന്നികളിലേക്കും പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാമാണ് നിപ്പയുടെ ലക്ഷണങ്ങൾ? ഒരു നിപ്പ ഡിസീസും സാധാരണ വൈറൽ ഡിസീസും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? പനി, ശക്തമായ തലവേദന, പേശിവേദന, ശ്വാസതടസ്സം, ക്ഷീണം, ചുമ, ഛർദി, ഓക്കാനം, മനംപരട്ട്, ബോധക്ഷയം, എൻകഫലൈറ്റിസ് അതായത് തലച്ചോറിന്റെ ആവരണത്തെ ബാധിക്കുന്ന അണുബാധ, ഇവയെല്ലാം ഉള്ളതുകൊണ്ടാണ് നിപ്പയുടെ മരണനിരക്ക് ഇത്ര അധികം കൂടിയത്. എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ ജില്ലയിൽ നിപ്പ ബാധിച്ച കുട്ടിക്ക് ചുമയോ ഛർദിയോ ഉണ്ടായിരുന്നില്ല. ഇനി എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്? ഒന്നാമതായി, നിലത്ത് വീണതോ പക്ഷി മൃഗാദികൾ കടിച്ചതോ ആയ ഫലങ്ങളോ പച്ചക്കറികളോ ഒരിക്കലും കഴിക്കരുത്. എന്നാൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനാൽ അവ പാടെ ഒഴിവാക്കരുത്. അവ 30 ml വിനാഗിരി, 2 ലിറ്റർ വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നന്നായി ശുദ്ധമായ വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കാം. രണ്ടാമതായി, കൈകൾ ശുദ്ധമായ വെള്ളത്തിലും സോപ്പും ഉപയോഗിച്ച് 30 സെക്കൻഡ് എടുത്ത് വിരലുകൾക്കിടയിലെല്ലാം നന്നായി വൃത്തിയാക്കണം. ഇവ കുട്ടികളെ ചെറുപ്പത്തിലേ ശീലമാക്കണം. സോപ്പോ വെള്ളമോ ഇല്ലാത്ത സാഹചര്യത്തിൽ സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കാം. മാസ്ക് ഉപയോഗിക്കണം. സാമൂഹിക അകലം പാലിക്കണം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒരു ടവൽ ഉപയോഗിച്ച് വായ മൂടിക്കെട്ടണം. വവ്വാൽ കൂടുതൽ വസിക്കുന്ന പ്രദേശത്തെ തെങ്ങിൽ നിന്നോ പനയിൽ നിന്നോ ശേഖരിക്കുന്ന കള്ള് ഒരിക്കലും കുടിക്കരുത്. ഒരു നിപ്പ രോഗിയെ പരിചരിക്കുന്നവരും നിപ്പ രോഗിയെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർ N95 സർജിക്കൽ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കണം. ഗ്ലൗസ് ധരിക്കണം. കൈകൾ ഇടയ്ക്കിടെ കഴുകുകയോ സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുകയോ ചെയ്യണം. രോഗിയുമായി 1 മീറ്റർ അകലം പാലിക്കണം. ഇനി ഈ നിപ്പ വൈറസ് ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് എങ്ങനെയാണ് പകരുന്നത്? നിപ്പ രോഗിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന സ്രവങ്ങളിൽ നിന്നോ രക്തത്തിൽ നിന്നോ മൂത്രത്തിൽ നിന്നോ ആണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അതുകൊണ്ട് തന്നെ നിപ്പയെക്കുറിച്ച് അധികം ഭീതി വേണ്ട, ജാഗ്രത മതി. ഈ മുൻകരുതലുകളെ എല്ലാം എടുത്ത് എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി ഇരിക്കുക. താങ്ക് യു.